അപ്പോൾ ഞാൻ നമ്മുടെ പെപ്സി ബോട്ടിലിന്റെ കോർക്കുമായിട്ട് ഗ്ലോബൽ വില്ലേജിലേക്ക് വന്നേക്കാണ്. ടിക്കറ്റ് കിട്ടുമെന്ന് അറിയാനായിട്ട്. ലെറ്റ്സ് ട്രൈ. അപ്പോൾ പെപ്സി ബോട്ടിൽ കൊടുത്തിട്ടുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടി. അങ്ങനെ 30 ദൃഹത്തിന്റെ ടിക്കറ്റ് നമ്മൾ വേറെ 8 ദൃഹത്തിന് പെപ്സി ബോട്ടിലെ കോർക്ക് കൊടുത്തിട്ട് റെഡീം ചെയ്ത് ഗ്ലോബൽ വില്ലേജിന്റെ അകത്തേക്ക് കയറി. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ലോകം മുഴുവൻ ഒരു സ്ഥലത്ത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഉത്തരം. ദുബായിലെ ഗ്ലോബൽ വില്ലേജ്. ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ്. ഗ്ലോബൽ വില്ലേജിൽ ഒരു മിനി മിറാക്കിൾ ഗാർഡൻ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഫുള്ളും ചെടികളും പൂക്കളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഇത്തവണത്തെ ഗ്ലോബൽ വില്ലേജിന്റെ ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ മിനി മിറാക്കിൾ ഗാർഡൻ. ദുബായിലെ തന്നെ വേറൊരു അട്രാക്ഷനാണ് മിറാക്കിൾ ഗാർഡൻ. പക്ഷെ ഇത്തവണ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ തന്നെ ഈ മിനി മിറാക്കിൾ ഗാർഡൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി ലൈവ് ഫ്ലവേഴ്സും ചെടികളൊക്കെയാണ്. അങ്ങനെ ഞാൻ ബാങ്കോക്ക് കിച്ചണിൽ നിന്ന് ഷ്രിംസിൻ്റെ ഒരു ഡിഷ് പറഞ്ഞു. ചെമ്മീൻ പൊരിച്ചത്. ഗ്ലോബൽ വില്ലേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഫുഡൊക്കെ വാങ്ങി കഴിക്കാൻ തോന്നും കേട്ടോ. അതുപോലെ ഇവിടുത്തെ ഏറ്റവും വൈറൽ ഐറ്റത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഈ ഡിപ്പ് ബർഗറിൻ്റെ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി ഈ ചാനലിൽ കയറിയിട്ട്. ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇവിടെ കയറുന്ന നിമിഷം മുതൽ നമുക്ക് പല രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഗ്ലോബൽ വില്ലേജിലെ ഫുഡ് മാത്രമല്ല കേട്ടോ, ഒത്തിരി റൈഡുകളൊക്കെ ഉണ്ട്. നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള അഡ്വഞ്ചർ റൈഡുകളൊക്കെ ഗ്ലോബൽ വില്ലേജിലുണ്ട്. ഒരു സ്ഥലത്ത് ഷോപ്പിംഗ് ആണെങ്കിൽ, ഒരു സ്ഥലത്ത് ഫുഡ് ആണെങ്കിൽ, ഒരു സ്ഥലത്ത് അഡ്വഞ്ചർ റൈഡുകളാണെങ്കിൽ, അടുത്ത സ്ഥലത്ത് ലൈവ് പെർഫോമൻസ്, അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. രാത്രിയിൽ ലൈറ്റൊക്കെ ഓൺ ആയി കഴിയുമ്പോൾ ശരിക്കുള്ള മാജിക് തുടങ്ങും. ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഫെസ്റ്റിവൽ പോലെ. ഗ്ലോബൽ വില്ലേജ് വെറൊരു സ്ഥലം മാത്രമല്ല, അതൊരു അനുഭവമാണ്. സംസ്കാരങ്ങളുടെയും രുചികളുടെയും ഒരു യാത്രയാണ്. ഇവിടെ വരുന്ന ഓരോ തവണയും ഓരോ പുതിയ അനുഭവമാണ്. ഒരു വേൾഡ് ടൂറിന് വരുന്ന ഒരു ഫീലാണ്. ഇത് അതിൻ്റെ ഉള്ളിലൊരു ഷോപ്പാണ്, ബോസ്നിയൻ ഹൗസ്. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ക്യൂ നിന്ന് വാങ്ങിക്കാനുള്ളൊരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നു. ഗ്ലോബൽ വില്ലേജിൻ്റെ ഏത് കോണിലാണെങ്കിലും നല്ല തിരക്കാണ്. അപ്പോൾ ഞാൻ ഒരു തായ് കൗണ്ടറിൽ നിന്നൊരു ഒരു മിൽക്ക് ഷേക്ക് മേടിച്ചു. ഡ്രൈ ഐസൊക്കെ ഇട്ട് പുകച്ച് തന്നിട്ടുണ്ട് കേട്ടോ അവർ. അങ്ങനെ അവിടെ കണ്ടതും കേട്ടതൊക്കെ വാങ്ങി കഴിച്ച് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഇതുപോലത്തെ ഗ്ലോബൽ കാഴ്ചകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.